കോൺകേവ് ലെൻസിൻ്റെ റേ ഡയഗ്രാംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാനൊരു ടേബിൾ വരയ്ക്കാം. 4 കോളംസ് ഉണ്ട്. ആദ്യത്തെ കോളത്തിൽ നമ്മൾ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്, രണ്ടാമത്തെ കോളത്തിൽ പൊസിഷൻ ഓഫ് ദ ഇമേജ്, മൂന്നാമത്തെ കോളത്തിൽ സൈസ് ഓഫ് ദ ഇമേജ്, ലാസ്റ്റ് കോളത്തിൽ നേച്ചർ ഓഫ് ദ ഇമേജ്. ചെറിയൊരു കോൺകേവ് ലെൻസ് വരയ്ക്കാം. ഇതാണ് എൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് F1. ലെൻസിൽ നിന്നൊരു 3 സ്ക്വയർസ് മാറി F1, വീണ്ടും 3 സ്ക്വയർസ് മാറി 2F1, റൈറ്റിലേക്ക് 3 സ്ക്വയർസ് മാറി F2, 3 സ്ക്വയർസ് മാറി 2F2. ഇതാണ് എൻ്റെ കോൺകേവ് ലെൻസ്. ഞാനൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാണ്. ആദ്യം ഞാൻ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് ലെൻസിൽ നിന്ന് നല്ല ദൂരെ, അറ്റ് ഇൻഫിനിറ്റി. ഇനി അടുത്ത പൊസിഷൻ, ലെൻസിന് മുന്നിൽ എവിടെ വേണമെങ്കിലും ഒബ്ജക്റ്റിനെ വെക്കാം. നമുക്ക് ഇമേജ് എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഫോം ചെയ്യുക. എവിടെ വേണമെങ്കിലും വെക്കാം. ബിയോണ്ട് 2F1, അറ്റ് 2F1, എവിടെ വേണമെങ്കിലും വെക്കാം. സോ നമുക്ക് ജനറലായിട്ട് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയാം. ഒപ്റ്റിക് സെൻറ്റർ ലെൻസിൻ്റെ മുന്നിൽ എവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താലും ഒരേ സ്ഥലത്തായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ഇതാണ് ഒപ്റ്റിക് സെൻറ്റർ. ഞാൻ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും. ഇതാണ് ഫസ്റ്റ് ലൈറ്റ് റേ. ഒരെണ്ണം കൂടി വരയ്ക്കാം. സെക്കൻഡ് ലൈറ്റ് റേ. ഇനി ഈ ലൈറ്റ് റേസ് റിഫ്രാക്റ്റ് ചെയ്ത് പോവും. ഇതാണ് ഫസ്റ്റ് റിഫ്രാക്റ്റഡ് റേ, ഇതാണ് സെക്കൻഡ് റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ഈ ലൈറ്റ് റേസ് എന്തായാലും ലെൻസിൻ്റെ റൈറ്റ് സൈഡിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈറ്റ് റേസ് F1-ൽ കൂടെ കടന്നു പോകും. അപ്പം നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് F1-ലായിരിക്കും. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് F1. ഇനി വളരെ ചെറിയൊരു ഇമേജ് ആയിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ്. പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും ഇത്, ഹൈലി ഡിമിനിഷ്ഡ്. ഇത് വിർച്വൽ ഇമേജ് ആയിരിക്കും, കാരണം ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫോം ചെയ്തത്. ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്യുന്ന ഇമേജസ് വിർച്വൽ ആയിരിക്കും, റൈറ്റ് സൈഡിൽ ഫോം ചെയ്യുന്നത് റിയൽ ഇമേജസ് ആയിരിക്കും. ലെൻസിൻ്റെ കേസിൽ മാത്രം. മിററിൻ്റെ കേസിൽ ഇത് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് വിർച്വൽ ഇമേജ് ആണ്. ഇത് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്രൈറ്റ് ഇമേജ് ആയിരിക്കും. കാണാൻ പറ്റില്ല ഈ ഡയഗ്രത്തിൽ, പക്ഷെ ഇതൊരു ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത കേസ് നോക്കാം. ഞാനൊരു കോൺകേവ് ലെൻസ് വരച്ചിട്ടുണ്ട്. സോ കേസ് നമ്പർ 2, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ. ലെൻസിൻ്റെ മുന്നിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഞാൻ ഇവിടെയാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. ആദ്യത്തെ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കാം. ഇതാണ് ഫസ്റ്റ് ലൈറ്റ് റേ. ഈ ലൈറ്റ് റേ ഡൈവേർജ് ചെയ്ത് പോവും. ഇതായിരിക്കും ഡൈവേർജിങ് ലൈറ്റ് റേ. ഈ ലൈറ്റ് റേനെ, ഈ റിഫ്രാക്റ്റഡ് ലൈറ്റ് റേനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് F1-ൽ കൂടെ പോവും. ഈ സെക്കൻഡ് ലൈറ്റ് റേ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെയാണ് പോവുക. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവില്ല, അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും പോവുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലൈറ്റ് റേ. അപ്പോൾ ഈ 2 ലൈറ്റ് റേസ് ഇൻ്റർസെക്റ്റ് ചെയ്തത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. ഞാൻ ഇമേജ് ഒന്ന് വരയ്ക്കാം. ഈ ലൈറ്റ് റേസ് ഇൻ്റർസെക്റ്റ് ചെയ്തത് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലാണ്, അതുകൊണ്ട് ഇതൊരു അപ്രൈറ്റ് ഇമേജ് ആയിരിക്കും. അതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. സോ ഇമേജ് ഫോം ചെയ്തത് ഒപ്റ്റിക് സെൻറ്ററിനും ഫോക്കസിനും ഇടയ്ക്കാണ്. ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ F1 ആൻഡ് O. ചെറിയ ഇമേജാണ്, ഡിമിനിഷ്ഡ് ഇമേജാണ്. പോയിന്റ് സൈസ്ഡ് അല്ല, പക്ഷെ ഡിമിനിഷ്ഡ് ഇമേജാണ്. ഇനി വിർച്വൽ ഇമേജ് ആയിരിക്കും, കാരണം ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫോം ചെയ്തത്. ഇനി അതൊരു അപ്രൈറ്റ് ഇമേജാണ്. കണ്ടാലറിയാം ഇതൊരു ഇറക്റ്റ് ഇമേജാണ്, അല്ലെങ്കിൽ അപ്രൈറ്റ് ഇമേജാണ്. നമുക്ക് ഇനി ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. കോൺകേവ് ലെൻസിൻ്റെ കേസിൽ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താൽ ഇമേജ് ഫോം ചെയ്യുക F1-ലായിരിക്കും, അറ്റ് F1, അല്ലെങ്കിൽ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോക്കൽ പോയിന്റിൽ. ഇനി അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് പോയിന്റ് സൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈലി ഡിമിനിഷ്ഡ്, വളരെ ചെറുതായിരിക്കും. നേച്ചർ എന്ന് പറയുന്നത് വിർച്വൽ ആയിരിക്കും, അതേപോലെ ഇറക്റ്റ് ആയിരിക്കും.
അടുത്തത് നമ്മൾ ഇൻഫിനിറ്റിക്കും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയ്ക്ക് എവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താലും ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയ്ക്കായിരിക്കും, ബിറ്റ്വീൻ F1 ആൻഡ് O. ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും, ചെറിയ ഇമേജ് ആയിരിക്കും. ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക, അതുകൊണ്ട് വിർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. കോൺകേവ് ലെൻസസ് വിർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജസ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കോൺകേവ് ലെൻസിൻ്റെ കേസിലെ റേ ഡയഗ്രാംസ്.